ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പം കുറച്ച് നാളായിട്ട് എല്ലാവരും പറയുന്നുണ്ട് എബിനെ കാണുന്നില്ല, മെറിനെ കാണുന്നില്ല. എങ്കിൽ പിന്നെ എബിനായിക്കോട്ടെ എന്ന് കരുതി മെറിൻ ഇന്ന് ക്യാമറയുടെ പുറകിലുമാണ് നിൽക്കുന്നത്. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വെണ്ടയ്ക്കയെക്കുറിച്ചുള്ളതായ വീഡിയോ ആണ്. ഇപ്പം കുറച്ച് നാളായി വെണ്ടയ്ക്കയെക്കുറിച്ചൊക്കെ ഒന്ന് കാണിച്ചിട്ടല്ലേ. അപ്പോൾ നമുക്ക് വെണ്ടയ്ക്കയുടെ വീഡിയോ ആണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങളൂടെ നിങ്ങളുമായിട്ടൊന്ന് വർത്തമാനം പറയാനുണ്ട്. എന്തൊക്കെയാണ് ഇവന് പറയാനുള്ളത്? നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ നമ്മുടെ കമ്മ്യൂണിറ്റി ടാബ് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ ആക്ച്വലി മാതൃഭൂമി.com എന്ന നമ്മുടെ മാതൃഭൂമിയുടെ വെബ്സൈറ്റിൽ ഞങ്ങളെ പറ്റിയൊരു ഫീച്ചർ ഉണ്ടായിരുന്നു. നമ്മുടെ ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഹാപ്പിനെസ് ഉണ്ടാക്കുന്നുണ്ട് ഞങ്ങളിൽ. അപ്പോൾ ആ ആർട്ടിക്കിൾ നിങ്ങൾ വായിച്ചില്ല എന്നുണ്ടെങ്കിൽ കമ്മ്യൂണിറ്റി ടാബിൽ ലിങ്ക് ഉണ്ട്, അവിടെ ചെന്ന് നിങ്ങൾക്ക് വായിക്കാവുന്നതാണ്. നമ്മുടെ ഒരു ഷോർട്ട് ഇൻ്റർവ്യൂ ആണ്. ഇങ്ങനെയൊക്കെ ഒരു ഇൻ്റർവ്യൂ ഒക്കെ എടുക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എന്തോ പറയേണ്ടതെന്നൊന്നും എനിക്ക് അറിയാൻ വയ്യ. എന്നാലും ധൈര്യമൊക്കെ സംഭരിച്ച് എല്ലാം നല്ല വൃത്തിക്ക് പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം എൻ്റെ കഴിവൊന്നും അല്ല ഞാൻ പറയുന്നത്, എല്ലാം ദൈവത്തിൻ്റെ കൃപ. പിന്നെ നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹത്തോടുള്ള കമൻസ്, സപ്പോർട്ട്, അതെനിക്ക് നല്ലൊരു പോസിറ്റീവ് എനർജി തന്നെയാണ് എനിക്ക് തരുന്നത്. അപ്പം എന്നിലൂടെ അല്ലെങ്കിൽ ഞങ്ങളിലൂടെ അനേകം പേര് കൃഷിയുടെ ലോകത്തേക്ക് വന്നു എന്നറിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പുതിയതായിട്ട് കുറേ ബിഗിനേഴ്സൊക്കെ ഇങ്ങനെ വരുന്നത് നമുക്ക് അല്ലേ വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ഈ തലമുറയിൽ കൃഷിയൊക്കെ ഉണ്ടാവുമോ, ഇനി അടുത്ത തലമുറയിൽ കൃഷിയൊക്കെ ചെയ്യുമോ എന്ന് ഞാൻ വിചാരിച്ചിരുന്നതായ ഈ കാലഘട്ടത്തിൽ ഇത്രയും പേര് കുഞ്ഞുങ്ങളൊക്കെ കൃഷിയിലോട്ട് വരിക എന്ന് പറഞ്ഞാൽ നല്ലൊരു കാര്യം തന്നെയാണ്. അപ്പം നമുക്കിനി എന്താണ് വീഡിയോയിലോട്ട് പോകാം. അതിനു മുമ്പേ നിങ്ങൾക്ക് കൃഷി ചെയ്യാനൊക്കെ ആഗ്രഹമുള്ളവരായിരിക്കും, പക്ഷേ ഈ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് നല്ല സീഡ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നില്ല എന്നറിയാം. അതിനുവേണ്ടി ഞങ്ങളൊരു വെബ്സൈറ്റ് തുടങ്ങിയിട്ടുണ്ട്, theminislifestyle.com. ഒരു ഇ-കൊമേഴ്സ് വെബ്സൈറ്റാണ്. അപ്പോൾ അതിലൂടെ ഞങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഞങ്ങളുടെ അടുത്തുള്ള ഫാമേഴ്സിൻ്റെ നിന്നെല്ലാം കളക്ട് ചെയ്തിട്ട് നല്ല സീഡ്സ് നിങ്ങളിൽ എത്തിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ www.theminislifestyle.com നിന്ന് നിങ്ങൾക്ക് സീഡ്സും അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള നമ്മുടെ പച്ച ഗ്രോ ബാഗ് ഞങ്ങൾ ഉപയോഗിക്കുന്നുണ്ടല്ലോ, ആ ഗ്രോ ബാഗ് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് കിടക്കാം. അപ്പം നമ്മുടെ കയ്യിൽ 6 ടൈപ്പോളം വെണ്ടയ്ക്കയുണ്ട്. കൊമ്പൻ വെണ്ടയുണ്ട്, പിന്നെ റെഡ് വെണ്ടയുണ്ട്, ഗ്രീൻ വെണ്ടയുണ്ട്, പിന്നെ എന്താണെന്ന് പറയുന്നത് കസ്തൂരി വെണ്ടയുണ്ട്, പിന്നെ പച്ച വെണ്ടയുടെ നീളം കുറഞ്ഞതുകൊണ്ട് നീളം കൂടിയതുകൊണ്ട്. അങ്ങനെ സാധാരണ ഒരു ചെറിയ ലേഡീസ് ഫിംഗർ പച്ച സാധനം നമ്മൾ ഉദ്ദേശിക്കത്തുള്ളൂ, പക്ഷേ ഇത്രയും വെറൈറ്റീസ് ഉണ്ടെന്ന് നമ്മൾ ഇവിടെ തന്നെ കൃഷി ചെയ്തപ്പോഴാണ് മനസ്സിലാക്കിയത്. അതുകൊണ്ട് തന്നെ ഓരോ ടൈപ്പ് കാണുമ്പോൾ നമുക്ക് പിന്നെയും നട്ടുപിടിപ്പിക്കാൻ തോന്നില്ലേ. അപ്പം വെണ്ടയ്ക്ക് നമ്മൾ നോക്കിയാൽ ഒരു വെണ്ടയ്ക്ക് അത്ര തന്നെ, പക്ഷേ എങ്കിൽ അതിൻ്റെ ഇലയിലും അതിൻ്റെ ഘടനയിലും ഒക്കെ വ്യത്യാസമുണ്ട്. അപ്പം നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഇത് റെഡ് വെണ്ടയാണ്. അപ്പോൾ റെഡ് വെണ്ട കാണുമ്പോൾ എന്തായാലും അറിയാമായിരിക്കുമല്ലോ. അപ്പം അതിൻ്റെ തണ്ടുകളൊക്കെ ഇങ്ങനെ റെഡായിരിക്കും. അപ്പോൾ അതിൻ്റെ ഇലയൊക്കെ കാണുമ്പോഴും നമുക്ക് പ്രത്യേകം അറിയാൻ പറ്റും. ഒരു ചുവപ്പ് കളർ, അതിൻ്റെ ലൈനൊക്കെ കണ്ടില്ലേ, റെഡ് കളർ തന്നെയായിരിക്കും. അപ്പം കുറേ പേരുടെ പരാതിയാണ് ഇത് കുഞ്ഞു പ്രായത്തിലേ കാ പിടിക്കുന്നു നമ്മുടെ വെണ്ടയ്ക്ക് എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഈ രീതിയിലുള്ള വളപ്രയോഗമൊക്കെ ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കുഞ്ഞു പ്രായത്തിൽ അങ്ങനെ കായൊന്നും പിടിക്കത്തില്ല. ഇച്ചിരി വളർന്നതിന് ശേഷം മാത്രമേ കായൊക്കെ പിടിക്കുകയുള്ളൂ. പെട്ടെന്ന് മുറ്റിപ്പോകുമെന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ അതിൻ്റെ മണ്ണ് നമ്മളൊന്ന് കൊത്തി ഇളക്കി കൊടുക്കാമെന്നുണ്ടെങ്കിൽ ചെവിടൊക്കെ ഒന്ന് മണ്ണൊക്കെ ഇളക്കി കൊടുത്ത് സ്വല്പം വളമൊക്കെ ഇട്ട് കൊടുക്കാന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ വെണ്ടയ്ക്കൊക്കെ നല്ല റെഡ് വെണ്ടയാണെങ്കിലും 2 ടൈപ്പ് ഉണ്ട് കേട്ടോ. നല്ല നീളമായിട്ട് വരുന്നതുകൊണ്ട് അതിൻ്റെ സ്വല്പം നീളം കുറഞ്ഞതുകൊണ്ട്, ഇപ്പം നല്ല റെഡ് കളറിലുള്ളതുകൊണ്ട് ഇച്ചിരി റെഡ് കളർ കുറഞ്ഞതുകൊണ്ട്. അപ്പം ഇനി വളർന്ന് വരുമ്പോഴേ അറിയാനൊക്കത്തുള്ളൂ. 2 എണ്ണമാണ് ഇവിടെ നിൽക്കുന്നത് ഏതാണെന്നുള്ളത്. ഇപ്പോൾ എല്ലാം ഉണ്ട് നമ്മുടെ ഇന്ന്. വിത്തുകളൊക്കെ ഇങ്ങനെ പോകുന്നതുകൊണ്ട് ചിലപ്പോൾ നമ്മുടെ അതൊക്കെ അങ്ങ് നഷ്ടപ്പെട്ടു പോകാറുണ്ട്. അപ്പോൾ ഇത് നല്ല രീതിയിൽ വളർന്നു വരുന്നുണ്ട്, കണ്ടില്ലേ. ഈ വെണ്ടയിൽ ഉണ്ടാകുന്ന ഒന്നാമത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഈ പൂവും കായും ഒക്കെ ഇങ്ങോട്ട് വരാൻ തുടങ്ങുമ്പോൾ അതിനകത്ത് ഉറുമ്പിൻ്റെ ശല്യം ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ ഈ ഉറുമ്പിൻ്റെ ശല്യമൊക്കെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തുവേണമെന്ന് പറയുമ്പോൾ ഒരു ചെറുതായിട്ടൊന്ന് നനച്ച് കൊടുത്തിട്ട് അതിനകത്ത് മഞ്ഞൾപ്പൊടിയൊക്കെ വിതറി കൊടുത്താൽ ആ ഉറുമ്പിൻ്റെ ശല്യം കുറേയൊക്കെ ഒന്ന് മാറിക്കിട്ടും. പിന്നെ നല്ല ഫോഴ്സിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാമെന്നുണ്ടെങ്കിൽ അത് കുറച്ചൊക്കെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. പിന്നെ നമ്മുടെ കയ്യിൽ ബിവേറിയ എന്ന ജൈവ കീടനാശിനി ഉണ്ടെങ്കിൽ, ബിവേറിയ എന്ന് പറയും, ജൈവ കീടനാശിനിയാണ്. അത് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കാമെങ്കിൽ ഒരു 5 ml എടുത്തിട്ട് ഒരു 1 ലിറ്റർ വെള്ളം ഒഴിച്ചിട്ട് അത് സ്പ്രേ ചെയ്ത് കൊടുക്കാമെന്നുണ്ടെങ്കിൽ ഈ ഉറുമ്പിൻ്റെ ശല്യത്തിൽ നിന്നൊക്കെ കുറേയൊക്കെ വിടുതൽ കിട്ടുന്നതായിരിക്കും. പിന്നെ നമ്മൾ എപ്പോഴും നമ്മുടെ നോട്ടം ഉണ്ടെന്നുണ്ടെങ്കിൽ കുറേയൊക്കെ നമുക്ക് ഇതിനെയൊക്കെ നമുക്ക് അകറ്റി നിർത്താനായിട്ട് സാധിക്കും. പിന്നെയെന്ന് വെച്ചാൽ ഇലചുരുട്ടി പുഴുക്കളാണ്. ഇലചുരുട്ടി പുഴുക്കളെയൊക്കെ കണ്ടാൽ നമ്മൾ കയ്യോട് അപ്പോഴേ അതിനെ അങ്ങ് കൊന്നു കളയുന്നതാണ് നല്ലത്. കാരണം നമ്മളതിന് ബട്ടർഫ്ലൈ ഒക്കെ ആവുമെന്ന് പറഞ്ഞ് വെച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ വെണ്ട കൃഷിയെല്ലാം പോയി കിട്ടും. അത്രയേ ഉള്ളൂ കാര്യം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ വെണ്ട കൃഷിയൊക്കെ നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഇപ്പം നമ്മൾ സീസൺ അനുസരിച്ച് അല്ലെങ്കിൽ തന്നെയും നട്ടാലും നമുക്ക് അത്യാവശ്യത്തിനുള്ള വെണ്ടയ്ക്കൊക്കെ നമുക്ക് നമ്മുടെ പറമ്പിൽ നിന്ന് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇതാണ് കസ്തൂരി വെണ്ട. കസ്തൂരി വെണ്ടയിൽ ചെറുതായിട്ട് പൂക്കളൊക്കെ വരാനായിട്ട് തുടങ്ങുന്നുണ്ട്, മുട്ടൊക്കെ ആയി വരുന്നുണ്ട്, കണ്ടില്ലേ.
ഇത് നല്ലൊരു ഔഷധ ഗുണമുള്ള ഒന്ന് തന്നെയാണ് ഈ കസ്തൂരി വെണ്ട എന്ന് പറയുന്നത്. വളരെ ചെറുതായിരിക്കും കേട്ടോ ഇത്. തലയും വാലും കണ്ടിച്ച് കളഞ്ഞാൽ അങ്ങനെ സാമ്പാറിനകത്ത് ഇടാവുന്ന ഒരു ടൈപ്പാണിത്. നല്ല വൈറ്റമിൻസൊക്കെ അടങ്ങിയ ഒന്ന് തന്നെയാണ് കസ്തൂരി വെണ്ട എന്ന് പറയുന്നത്. കസ്തൂരി വെണ്ടയുടെ ഇലയിൽ എന്തോ കയറി ഇരിപ്പുണ്ട്. കണ്ടോ, ചുരുട്ടി വെച്ചേക്കുന്നത് കണ്ടോ, കണ്ടില്ലേ? അപ്പോൾ നമുക്ക് അതിനെ ഒന്ന് തുറന്ന് നോക്കാം. അതിനകത്ത് ആശാന്മാർ വല്ലതും ഉണ്ടോയെന്ന് നോക്കാം. അവിടെ എത്ര മാത്രം എന്നാണ്ട് കുമ്പളപ്പം ഉണ്ടാക്കി വെച്ചേക്കുന്ന മാതിരിയാണ് ഇല ചുരുട്ടി വെച്ചേക്കുന്നത്. ആരാണ്ടൊക്കെ ഇരിപ്പുണ്ട്. ഏതോ ജീവികളൊക്കെ മുട്ടയിട്ടൊക്കെ വെച്ചിരിക്കുക. പുഴുവിൻ്റെ മുട്ട മാത്രമേ അതിൽ കാണുന്നുള്ളൂ. വിരിഞ്ഞു പോയോ? നമുക്കത് അവിടെ നിന്ന് അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം. കളഞ്ഞേക്കാം അതിനെ. അതുപോലെ തന്നെ ഇവിടെ എല്ലാം ദാണ്ടെ ഇങ്ങനെ ഇല ചുരുട്ടി വെച്ചിട്ടുണ്ട്. നമുക്കതിനെ അങ്ങ് കൈയോടെ കട്ട് ചെയ്തങ്ങ് മാറ്റാം. എന്നിട്ട് കാലും കൊണ്ടൊക്കെ ചവിട്ടി അങ്ങ് കൊന്ന് കളഞ്ഞാൽ മതി. ഇതാണ് നമ്മുടെ വെണ്ടയ്ക്കയിൽ വരുന്ന പുഴു. കണ്ടോ, പെട്ടെന്ന് നമ്മുടെ ഇലകളൊക്കെ ഇവർ ചുരുട്ടി അവർ ഭക്ഷണമാക്കി മാറ്റിക്കളയും. അതുകൊണ്ട് എന്നും നമ്മൾ വന്ന് നോക്കണം. അതാണ് നമ്മൾ രാവിലെയൊക്കെ വന്ന് വെറുതെ കണ്ട് കേട്ട് പോകാതെ, നമുക്ക് കഴിക്കാനുള്ളത് മാത്രം പറിച്ചുകൊണ്ട് പോകാതെ ഇതൊക്കെ നോക്കണം കേട്ടോ. ചിലർ അന്നെന്നുള്ളത് പറിച്ചുകൊണ്ട് അങ്ങ് പോവുകയുള്ളൂ, ഇതൊന്നും ശ്രദ്ധിക്കത്തില്ല. കണ്ടോ ഇരിക്കുന്നുണ്ടോ? എന്നും നോക്കിയിട്ട് തന്നെ ഈ പാട് കണ്ടില്ലേ. അപ്പോൾ അതിനെ കയ്യോട് ഇലയോട് വെച്ചങ്ങ് കൊല്ലുക. ആ ഇലയെ നമ്മളങ്ങ് മാറ്റുക. ഇത് കൊമ്പൻ വെണ്ടയുടെ തൈയാണ്. നട്ട് അതിനകത്തും നണ്ട പൂവും കായും ഒക്കെ വരാൻ തുടങ്ങുന്നതേ ഉള്ളൂ. ഇപ്പോൾ നല്ലതുപോലെ വരുന്നുണ്ട്. ഇപ്പം കഴിഞ്ഞൊക്കെ ഒരു വീഡിയോയിൽ നമ്മൾ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പുള്ളതായ ഒരു വീഡിയോ ഒക്കെ ഇതിൻ്റെ കൂടെ ഞാൻ കാണിക്കാം. അത്രമാത്രം വെണ്ടയ്ക്കയാണ് നമ്മൾ ഇതേ രീതിയിൽ കൃഷി ചെയ്തിട്ട് നമുക്ക് കിട്ടിയത്. ഇഷ്ടം പോലെ വെണ്ടയ്ക്കായിരുന്നു. അന്ന് വെണ്ടയ്ക്ക കഴിച്ചു മടുത്തു. അടുത്തുള്ളവരും മടുത്തായിരുന്നു. അത്രയ്ക്കും വെണ്ടയ്ക്ക ഉണ്ടായിരുന്നു. അതേ രീതിയിൽ ഈ രീതിയിൽ തന്നെ നിങ്ങൾ വളപ്രയോഗം ചെയ്താൽ ഇതുപോലെ വെണ്ടയ്ക്കയൊക്കെ പിടിക്കുന്നതായിരിക്കും. ഇത് കൊമ്പൻ വെണ്ടയുടെ ഇലയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ച് വലുതായിരിക്കും. കണ്ടില്ലേ? അപ്പോൾ നല്ല കൊമ്പ് മാതിരിയുള്ള വെണ്ടയ്ക്കാണ് ഇതിനകത്ത് ഉണ്ടാകുന്നത്. ഇത് ഗ്രീൻ വെണ്ടയുടെ നീളമുള്ള വെണ്ടയാണിത്. ഇതിൻ്റെ ചെറിയ ടൈപ്പ് ഉണ്ട്. നമ്മൾ പച്ചക്കറി കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന ടൈപ്പ് നീളം കുറഞ്ഞ വെണ്ടയുണ്ട്. ഇത് സ്വല്പം നീളമുള്ളതാണിത്. ഇതിൻ്റെ ഇലയെന്ന് വെച്ചാൽ കണ്ട വളരെ തിന്നായിരിക്കും. കണ്ടില്ലേ? അധികം വലിപ്പമൊന്നുമില്ല. ഇങ്ങനെ ഇരിക്കത്തുള്ളൂ ഇതിൻ്റെ ഇല. അപ്പം കൊമ്പൻ വെണ്ടയൊക്കെ നടുമ്പോൾ നമ്മളെ ചുവട്ടിൽ ഒരെണ്ണം നട്ടാൽ മതി. ഇതൊക്കെ 1-2 നട്ടാലും കുഴപ്പമില്ല. കൊമ്പൻ വെണ്ട എന്നുണ്ടെങ്കിൽ അങ്ങ് ഒരുപാട് വിസ്താരത്തിലങ്ങ് വളർന്നു വരും. അതുകൊണ്ട് അത് ഒരെണ്ണം നട്ടാൽ മതി. ഇങ്ങനെയൊക്കെ ഉള്ളത് നമ്മൾ 2 ഈ പച്ചയൊക്കെ നമുക്ക് 2 നട്ടാലും പ്രശ്നമില്ല, ഗ്രോ ബാഗിനകത്തെന്നുണ്ടെങ്കിലും. അപ്പം ഗ്രോ ബാഗിനകത്തൊക്കെ വെണ്ടയ്ക്ക കൃഷി ചെയ്യുന്നതൊക്കെ നിങ്ങൾ നേരത്തെ കാണിച്ചിട്ടുണ്ട്. തറയിൽ വേണമെന്നുണ്ടെങ്കിലും ഗ്രോ ബാഗിനകത്താണെങ്കിലും നല്ല രീതിയിൽ നമുക്ക് വെണ്ടയ്ക്ക കൃഷി ചെയ്യാവുന്നതാണ്. ഇതും റെഡ് വെണ്ട തന്നെയാണ്. അതിലും പൂവും കായും ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. ഇനി മരവെണ്ടയൊക്കെ ഉണ്ട്. അതുകൂടെ പോയി കണ്ടിട്ട് വരാം. ഇതാണ് പച്ച വെണ്ടയുടെ നീളം കുറഞ്ഞ വെണ്ടയ്ക്ക. കണ്ടില്ലേ? ഇതിപ്പോൾ എല്ലാം കുറേ പിടിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ മണ്ട ഞാൻ ഒടിച്ച് കഴിഞ്ഞതാണ്. അതിൻ്റെ മണ്ട ഒടിച്ച് കളഞ്ഞിട്ട് വീണ്ടും 2 തണ്ടുകൾ വന്നിട്ട് അതിനകത്ത് പിടിച്ച കാകളാണിത്. അപ്പോൾ അതിനകത്ത് കണ്ട് തത്ത നിന്നിട്ട് അതാണ്ട് നശിപ്പിച്ച് വെച്ചിരിക്കുക. തത്തയ്ക്ക് വേണ്ടാത്ത ഒന്നുമില്ല. തത്ത പയറും വെണ്ടയ്ക്കയും എല്ലാം തിന്നാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അവർക്കൊരു രസം ഇതൊക്കെ വന്ന് കഴിക്കാനായിട്ട്. ഇതാണ്ടില്ലേ കൊമ്പൻ വെണ്ട നിൽക്കുന്നത്? ഇത് നേരത്തെ നട്ട കൊമ്പൻ വെണ്ടയാണിത്. ഇതൊക്കെ പിടുത്തം കഴിഞ്ഞതാണ്. പിന്നെയും നിൽക്കും തോറും ഈ കൊമ്പൻ വെണ്ടയ്ക്കകത്ത് ഇങ്ങനെ കാ പിടിച്ചുകൊണ്ടേയിരിക്കും. അതിൻ്റെ അടിയിൽ നിന്നൊക്കെ ഇങ്ങനെ തണ്ടുകൾ വന്നിട്ട് അതിനകത്തെല്ലാം കാ പിടിക്കും. ഇതാണ് മരവെണ്ട. കണ്ടില്ലേ? ഇഷ്ടം പോലെ കായങ്ങ് പിടിക്കും. കുറേ കായകൾ അതിനകത്തങ്ങ് പിടിക്കും. അത് പക്ഷേ നല്ല കുഴപ്പമില്ലാത്ത നല്ല കായാണ് കേട്ടോ. അത് മൂക്കുന്നതിന് മുമ്പ് നമ്മൾ പറിച്ച് മെഴുക്ക് പുരട്ടി തോരൻ വയ്ക്കുകയൊക്കെ ചെയ്യണം, കറികളൊക്കെ വെക്കാനായിട്ട്. മൂത്ത് പോയാൽ പിന്നെ ഒന്നും കൊള്ളത്തില്ല. ഇതൊക്കെ നല്ല മൂക്കാത്ത വെണ്ടയ്ക്ക നിൽക്കുന്നത്. അങ്ങനെ കുറേ ടൈപ്പിലെ വെണ്ടയ്ക്ക. 6 ടൈപ്പൊന്നും അല്ല കേട്ടോ, ഒരു 12 ടൈപ്പോളം വെണ്ടയ്ക്ക ഉണ്ടെന്നാണ് പറയുന്നത്. നമ്മൾ പല ടൈപ്പ് വെണ്ടയ്ക്ക കാണിച്ചു. ഇനി ഇതിൻ്റെ വളപ്രയോഗം എങ്ങനെ ഇതിനെ പരിചരിക്കാം ഒക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ അതിനെപ്പറ്റി പറഞ്ഞു മമ്മി. അപ്പം എല്ലാവരുടെയും വീട്ടിൽ റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്നതായ കുറേ സാധനങ്ങൾ ഇരിപ്പുണ്ട്. പ്രത്യേകിച്ച് ഉഴുന്ന് ഒക്കെ ഇരിപ്പുണ്ടല്ലോ. അപ്പോൾ ഈ ഉഴുന്നൊക്കെ ചില വീട്ടിലൊക്കെ ഉളുത്തൊക്കെ ഇരിക്കും. അപ്പോൾ അതൊക്കെ നമുക്ക് വെറുതെ കളയേണ്ട കാര്യമൊന്നുമില്ല. പയറാണെങ്കിലും ഇവിടെ ഒരു സാധനം വെറുതെ പോകത്തില്ല, അത് തന്നെയാണ്. അപ്പോൾ ഉളുത്ത് പോയതാണെങ്കിലും നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും കൃഷിക്ക്. അത് തന്നെ. ഇപ്പം റേഷൻ കടയിൽ നിന്ന് കിട്ടിയെന്ന് കരുതി അതിന് മാനമില്ലാതൊന്നുമില്ല അല്ലേ? അതും ഏറ്റവും നല്ല സാധനമാണ്. പക്ഷേ അത് നമ്മൾ ഉപയോഗിക്കേണ്ട രീതി എന്ന് വെച്ചാൽ നമ്മൾ റേഷൻ കടയിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ അത് നല്ല രീതിയിലൊന്ന്
ഒന്ന് ഉണക്കി പറക്കിയിട്ട് നമ്മളത് ഫ്രിഡ്ജിനകത്തോട്ട് എടുത്ത് വെക്കാമെന്നുണ്ടെങ്കിൽ അത് ഉളുമ്പൊന്നും കയറാതെ അത് നല്ല വൃത്തിക്കിരിക്കും, നമുക്കത് പിന്നെ ഉപയോഗിക്കാനായിട്ടും സാധിക്കും. അപ്പോൾ ഈ മഴ പരുവൊക്കെയാണ്, അതുകൊണ്ട് പെട്ടെന്ന് ഉളുമ്പൊക്കെ കയറിപ്പോകാനായിട്ട് സാധ്യതയുണ്ട്. അങ്ങനെ പൂത്തിരിക്കുന്നതും ഉളുമ്പ് കയറിയതുമായിട്ടുള്ളതായ ചെറുപയറോ വൻപയറോ അതേപോലെ ഉഴുന്നോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കൃഷിക്കൊക്കെ നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. തന്നെയല്ല ഈ ലോക്ക്ഡൗണൊക്കെ ആയതുകൊണ്ട് നമ്മുടെ സീഡ് ഷോപ്പോ വളക്കടയോ ഒന്നും തുറക്കാത്തത് കൊണ്ട് നമുക്കിത് നല്ല രീതിയിൽ നമ്മുടെ ചെടികൾക്ക് വളമായിട്ട് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതെങ്ങനെയൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. അപ്പം ഇതാണ് ഉഴുന്ന്, നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടിയ ഉഴുന്നാണ്. നമ്മുടെ ആവശ്യം കഴിഞ്ഞിട്ട് ഇതേപോലെ കെട്ടിയൊക്കെ അങ്ങ് വെച്ചിരുന്നാൽ നമുക്കത് വളരെയധികം ഉപകാരപ്പെടും. ഒന്നും നമ്മൾ നഷ്ടപ്പെടുത്തി കളയരുത്. ഇപ്പോൾ നമുക്ക് ഈ കടലിലൊക്കെ പോകാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് ജൈവസ്ലറിയൊക്കെ ഉണ്ടാക്കാനായിട്ട് വേപ്പിൻ പിണ്ണാക്കോ കടലപ്പിണ്ണാക്കോ ഒന്നും കിട്ടത്തില്ല. പിന്നെ തന്നെയല്ല ഈ പച്ചച്ചാണകം കിട്ടാനും പാട്. അപ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്താലും നമുക്ക് നല്ലതുപോലെ കൃഷിയൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ നല്ല ഒരു പിടി പിന്നെ ഉഴുന്നെടുത്തിട്ട് പൊടിച്ചു വെച്ചിരിക്കുന്നതാണിത്. അതുപോലെ തന്നെ നല്ല വെള്ളത്തിയിട്ട് കുതിർത്തും നമുക്ക് ഇതേപോലെ വെള്ളത്തിയിട്ട് കുതിർത്തിട്ടും നമുക്ക് ഒരു 3-4 ദിവസം വെള്ളത്തിയിട്ട് കുതിർത്തിട്ടും ഇതും നമുക്ക് നമ്മുടെ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. നമ്മുടെ ഏത് പച്ചക്കറിക്കാണെന്നുണ്ടെങ്കിലും ചെടികൾക്കാണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും നമ്മളിതങ്ങ് വെച്ചിരുന്നാൽ മതി. അപ്പോൾ നമ്മൾ പിന്നെയും വെള്ളം ഒഴിച്ചു കൊടുക്കണം. അങ്ങനെ നമുക്ക് ഒരാഴ്ചയോളം വെച്ചിരുന്നിട്ട് നമ്മുടെ ചെടികൾക്കൊക്കെ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും അവസാനം വരുന്നത് നമുക്ക് അതിൻ്റെ ചുവട്ടിലങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ ഒരു ബക്കറ്റിനകത്തോട്ട് നമ്മുടെ കൃഷിക്കൊക്കെ ഉപയോഗിക്കുന്ന ഒരു ബക്കറ്റിനകത്തോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിന് ശേഷം നമ്മൾ എന്ത് വേണമെന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ദിവസത്തെ കഞ്ഞിവെള്ളം, പുളിച്ച കഞ്ഞിവെള്ളം നമുക്ക് അതിനകത്തോട്ട് ഒഴിക്കാം. അപ്പം നമുക്ക് ഈ മഴപ്പരുവൊക്കെ ആയതുകൊണ്ട് ഒരുപാട് വെള്ളം വീത്തണമെന്നില്ല. അപ്പം ഒരു ചരുവം വെള്ളം കൂടെ, അത്രയും വെള്ളം കൂടെ നമുക്ക് ചേർക്കാം. നമ്മൾ എത്രയാണോ കഞ്ഞിവെള്ളം എടുത്തത് അത്രയും കൂടെ വെള്ളമേ ഞാൻ ഒഴിക്കുന്നുള്ളൂ. ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇത് നല്ലതുപോലെ കലക്കി വേണമെന്നുണ്ടെങ്കിൽ 2 ദിവസം വയ്ക്കുക. അതല്ല അന്ന് തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒഴിക്കുന്നുണ്ട്, യാതൊരു കുഴപ്പമില്ല. കാരണം ഇത് നല്ല പൊടിയാക്കിയല്ലോ, അതുകൊണ്ട് പിന്നെ പ്രശ്നമില്ല. ഇനി നമുക്കിത് എങ്ങനെയാണ് വെണ്ടയ്ക്കയ്ക്ക് അല്ലെങ്കിൽ ഏത് ചെടിക്കാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതിന് ഒഴിച്ചു കൊടുക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് കണ്ട ഈ ഒരു സാധനം വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ചുവടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇളക്കി ഇങ്ങനെ ഒന്ന് കൊടുക്കാം. കണ്ടോ, ഇങ്ങനെ മണ്ണൊക്കെ ഒന്ന് മാറ്റാനൊക്കെ ഇത് നല്ലോണം ഉപകരിക്കും കേട്ടോ. പിന്നെ അതിൻ്റെ ചുവട്ടിലൊക്കെ കളയുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് പൊക്കോളും. ഇതെന്ന് വെച്ചാൽ ഇതേപോലെ മണ്ണൊക്കെ ഇളക്കാൻ കുറച്ചുകൂടെ ആഴത്തിലൊക്കെ കളയ്ക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ കളയ്ക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു ചെടിക്ക് വെണ്ടയ്ക്ക് വളമിടുന്നതാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ചുവട്ടിൽ നമ്മൾ ഇത്രയും മണ്ണെങ്കിലും നിർത്തിയേക്കണം. കണ്ടോ, ഇത്രയും മണ്ണ് നിർത്തിയിട്ട് വേണം, പിന്നെ അടുപ്പിച്ച് നമ്മൾ ചെയ്യരുത്. ഇത്രയും ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ച് ചാണകപ്പൊടി അതിനകത്ത് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇത്രയും മണ്ണൊക്കെ മാറ്റിയതിന് ശേഷം നമ്മൾ കുറച്ച് ചാണകപ്പൊടി അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ്. നമ്മുടെ കയ്യിൽ ഉള്ള വളമൊക്കെ ഇടാൻ കേട്ടോ. നിങ്ങൾക്ക് ഇതൊന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കഞ്ഞിവെള്ളവും എല്ലാ വെള്ളവും നമ്മൾ ഉപയോഗിക്കണം. ഒരു വെള്ളവും നമ്മൾ കളയരുത്. ഏത് വെള്ളം എന്ന് വെച്ചാൽ അരി കഴുകുന്ന വെള്ളം, ഉഴുന്ന് കഴുകുന്ന വെള്ളം, പയർ കഴുകുന്ന വെള്ളം, മുട്ട പുഴുങ്ങിയ വെള്ളം, ഇതൊന്നും നമ്മൾ വേസ്റ്റാക്കി കളയരുത്. ഇപ്പോൾ നമ്മൾ കലക്കി വെച്ചിരിക്കുന്നതും കൂടെ നമുക്കതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇന്ന് ചുറ്റുമായിട്ടങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഒരു 2 കപ്പ് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല രീതിയിൽ മണ്ണൊക്കെ അങ്ങ് അടുപ്പിച്ച് കൊടുക്കാം. ഇതേപോലെ നല്ല രീതിയിൽ അതിൻ്റെ ചുവട്ടിലോട്ട് മണ്ണ് അടുപ്പിച്ച് കൊടുക്കണം. അപ്പം മഴയൊക്കെ ആയതുകൊണ്ട് നമ്മൾ അതിൻ്റെ ചുവട്ടിലോട്ട് എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കണം. ഒരു വളമൊക്കെ ഒലിച്ച് പോകാതിരിക്കാനായിട്ട്. കളയൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം പറിച്ച് മാറ്റി ദൂരെ കളയണം. നമ്മൾ ചെയ്യുന്നതിനൊക്കെ ഒരു വൃത്തിയും മെനയൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ഗാർഡനിലോട്ടൊക്കെ വരുമ്പോൾ ഒരു രസമായിരിക്കും കാണാൻ. ഇപ്പോൾ അതിനെ നിർത്തിയപ്പോൾ എന്ത് ഭംഗിയെന്ന് നോക്കിയാൽ കാണാൻ, കണ്ടില്ലേ. ഇനി ഒരു 10 ദിവസം കൂടെ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ വെണ്ടയുണ്ടല്ലോ തഴച്ച് കയറി ഇനി വരും. ഇപ്പം കണ്ടല്ലോ നിൽക്കുന്നത്. ഇപ്പം എന്തെങ്കിലും ഒരു മഴവെള്ളം വീഴാതെ നമുക്ക് ഒരു ഓലയൊക്കെ അതിൻ്റെ മേളിലോട്ട് എടുത്ത് വയ്ക്കാം. ഇപ്പോൾ എത്ര മൂട് വെണ്ടയുണ്ടോ അപ്പോൾ ഇതേപോലെ നിങ്ങൾ വളപ്രയോഗം ചെയ്തിട്ടിരുന്നാൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് വെണ്ടയ്ക്കൊക്കെ പറിക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ ഇതേപോലെ ചെയ്ത് നോക്കുക. നല്ല റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. നമുക്ക് ഈ വെണ്ടയിലും കൂടെ നമുക്ക് സ്വല്പം ഇട്ട് കൊടുക്കാം. ഒരു 10 ദിവസം കൂടുമ്പോൾ നമ്മൾ അല്ലെങ്കിൽ ഒരു മാസത്തിൽ 2 വട്ടമെങ്കിലും ഇങ്ങനെ വളപ്രയോഗം ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ വെണ്ടയ്ക്ക പിച്ചെടുക്കാനായിട്ട് സാധിക്കും.
ഇപ്പം ഗ്രോ ബാഗിനകത്ത് മാത്രം കൃഷി ചെയ്യുന്നവർ എത്രയോ പേരുണ്ടെന്നറിയാമോ? വസ്തുവൊന്നുമില്ലാതെ ടെറസിൽ മാത്രം കൃഷി ചെയ്യുന്നവരുണ്ട്, ഗ്രോ ബാഗിനകത്ത് കൃഷി ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഏത് രീതി വേണമെന്നുണ്ടെങ്കിലും നമുക്ക് മനസ്സുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം നടക്കും. അപ്പോൾ നമുക്ക് കുറച്ച് ചാണകം ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ചാണകമൊക്കെ നമ്മൾ കൊണ്ടിടുമ്പോൾ മഴയത്ത് വെറുതെ കൊണ്ടിടാതെ ആ ചാണകത്തിൻ്റെ മുകളിലോട്ട് നമ്മൾ എന്തെങ്കിലും പ്ലാസ്റ്റിക്കോ തകരോ എന്തെങ്കിലുമൊക്കെ ഇട്ടിരുന്നാൽ ആ ചാണകം അവിടെ കിടന്ന് നല്ലതുപോലെ അങ്ങ് പൊടിഞ്ഞ് കിടന്നോളും. അപ്പോൾ ഇതിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ ശീമക്കൊന്നയുടെ ഇല ഇട്ട് കൊടുക്കാം. അത് ചാണകത്തിൻ്റെ ഒരു ഗുണം തന്നെയാണ് ശീമക്കൊന്നയുടെ ഇലയ്ക്ക് കിട്ടുന്നത്. പിന്നെ മണ്ണൊക്കെ അങ്ങ് അടുപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഇതുകൊണ്ട് തന്നെ നമുക്ക് മണ്ണടുപ്പിക്കാനായിട്ട് ഇങ്ങനെ അങ്ങ് അടുപ്പിച്ചാലും മതി. ഇതുകൊണ്ട് എല്ലാം കൊണ്ട് നമുക്ക് ഉപയോഗമുണ്ട് കേട്ടോ. വലിയ കുന്താലിയൊക്കെ എടുത്ത് എല്ലാവർക്കും ചെയ്യാൻ ബുദ്ധിമുട്ടല്ലേ. ഇപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് ആരോഗ്യത്തിന് വലിയ പ്രശ്നമൊന്നും പറ്റുന്നില്ല. അപ്പം വെള്ളമൊന്നും കെട്ടിക്കിടക്കാതെ ഇങ്ങനെ ഇച്ചിരി ഒന്ന് കൂനായിട്ട് നമ്മൾ വെച്ച് കൊടുക്കാമെന്നുണ്ടെങ്കിൽ അവർ അതിൻ്റെ വേരൊന്നും ചീഞ്ഞു പോകാതെ നല്ല രീതിയിലങ്ങ് വളർന്നു വന്നോളും. അപ്പോൾ ഈ മഴയത്തൊക്കെ കിടക്കുന്ന ഓലയായതുകൊണ്ട് കുതിർന്നൊക്കെ കിടക്കുകയാണ്. അപ്പോൾ ഈ ഓലയായിട്ട് കുറച്ച് ഇങ്ങനെ ഒന്ന് മാറ്റിയിട്ട് നമുക്കിതിനെ ഇങ്ങനെ അങ്ങോട്ട് വെച്ച് കൊടുക്കാം. കണ്ടില്ലേ, ഓല മതി, ഇങ്ങനെ അങ്ങ് ഇരുന്നോളും. അപ്പോൾ അതിൻ്റെ കുത്തനെ വന്ന മഴവെള്ളമൊന്നും വീഴാതെ അതിൻ്റെ ചുവട്ടിലങ്ങ് ഇരിക്കുകയും ചെയ്യും. അതിൻ്റെ വളമൊന്നും നഷ്ടപ്പെട്ട് പോവുകയില്ല. ഇങ്ങനെ കുറച്ച് ഇല ഇങ്ങനെ അങ്ങോട്ട് പിടിച്ചിട്ട് അതിൻ്റെ ചുവട്ടിലോട്ട് ഇങ്ങനെ അങ്ങ് വെച്ച് കൊടുക്കാം. ഇനി അവരെ പാടായി അവരിഞ്ഞ് കിളിച്ച് വന്നോളും. ഇനി ഒരു 10 ദിവസം കഴിയുമ്പം വീണ്ടും നമ്മൾ എന്തെങ്കിലും വളപ്രയോഗം ചെയ്ത് കൊടുക്കാം. ലിക്വിഡായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചാണകം, എല്ലുപൊടി, സൂപ്പർ മീൽ ഇങ്ങനെയുള്ള വളങ്ങളും ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു സൂഡോമോണസൊക്കെ നമുക്ക് 10 ദിവസം കൂടുമ്പം കലക്കി ഒഴിച്ചാൽ നല്ലതുപോലെ പൂവും കായും ഒക്കെ ഉണ്ടാകാനായിട്ട് സഹായിക്കും. വെണ്ടയ്ക്ക മൂത്ത് പോയോ എന്നറിയാനായിട്ട് നമ്മൾ എന്ത് വേണമെന്ന് പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം ഇതിൻ്റെ തുമ്പ് ഒന്ന് ഒടിച്ച് നോക്കിയാൽ നമുക്കറിയാൻ പറ്റും മൂത്തതാണോ ഇളയതാണോ എന്നുള്ളത്. ഇതിപ്പം ഇതിൻ്റെ തുമ്പ് ഒടിയാത്തത് കൊണ്ട് ഇത് മൂത്തത് തന്നെയാണ്. അപ്പോൾ അത് നമ്മൾ ഇപ്പം പിച്ചാൽ യാതൊരു കറിക്കും ഇടാൻ പറ്റത്തില്ല. ഇതിന് വിത്തിന് മാത്രമേ കൊള്ളാവൂ. ഇപ്പോൾ കണ്ടില്ലേ, തുമ്പ് ഒടിയുന്നില്ല, കണ്ടില്ലേ. ഇതൊക്കെ പരുവ, ഇത് കുറച്ചുകൂടെയൊക്കെ വളരും. താഴോട്ട് നിൽക്കുന്നതെല്ലാം വിത്തിനുള്ളത്. അങ്ങനെയൊക്കെയുള്ള കുറച്ച് ആയുധങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളാരെ അടിക്കാനൊന്നും പോകല്ല. ഇപ്പോൾ കൃഷിയൊക്കെ അല്ലേ, ഇപ്പോൾ ലേഡീസിനൊക്കെ ആണെന്നുണ്ടെങ്കിലും കൊച്ചു പിള്ളേർക്കാണെന്നുണ്ടെങ്കിലും പ്രായമുള്ളവർക്കാണെന്നുണ്ടെങ്കിലും വലിയ കുന്താലിയോ നമ്മട്ടിയോ ഒന്നും എടുക്കാതെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ആയുധങ്ങളുണ്ടെന്നുണ്ട്. ഇത് കണ്ടില്ലേ, ഇത് കൊത്താനും കിളയ്ക്കാനും പിന്നെ ചെവിട് മാന്താനും ഒക്കെ നല്ലതാണ് ഈ സാധനം. ഇത് പിന്നെ വളം കോരിയിടാനും ഇളക്കാനും ഒക്കെ നല്ല സാധനം. എൻ്റെ പണി കുറച്ച് എല്ലാം മമ്മിക്ക് വാങ്ങിച്ചു കൊടുത്തു. ഇത് കണ്ടില്ലേ, ഇത് പോച്ചയൊക്കെ മാന്തി കളയാനും ഒക്കെ നല്ലതാണ്. പുല്ലൊക്കെ പറിച്ച് ഇങ്ങനെ ഇതാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ അതിന് പുല്ലൊക്കെ അങ്ങ് ഇളയിപ്പോൾ ഇങ്ങനെ കുറച്ച് ആയുധങ്ങളൊക്കെ നിങ്ങൾ വാങ്ങിച്ച് വെക്കാന്നുണ്ടെങ്കിൽ വളരെ ഉപകാരപ്പെടുന്നതായിരിക്കും. അപ്പോൾ ഈ ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് എല്ലാവർക്കും പോയി വാങ്ങിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ വേണമെങ്കിൽ ഞാൻ ആമസോണിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ അവിടുന്ന് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് തന്നെ വാങ്ങിക്കാവുന്നതാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് അതും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അടുത്ത കടയൊക്കെ തുറക്കുന്നുണ്ടെങ്കിൽ ഹാർഡ്വെയർ ഷോപ്പിലൊക്കെ ഇത് വാങ്ങിക്കാൻ കിട്ടും. അങ്ങനെയും വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഈ വെണ്ട കൃഷി ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അതിനകത്ത് ഉപയോഗിക്കുന്ന വളപ്രയോഗങ്ങളൊക്കെ നിങ്ങൾ ഇതേപോലെ ചെയ്താൽ നല്ല രീതിയിൽ നിങ്ങൾക്ക് വെണ്ടയ്ക്കൊക്കെ പറിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ഇതുപോലൊക്കെ ഒന്ന് ചെയ്യാം. കുറേ നാളായിരുന്നു അല്ല നമ്മൾ വെണ്ട കൃഷി ചെയ്തിട്ട്. ഏതാണ്ട് 1 വർഷത്തോളമായി നമ്മൾ വെണ്ട കൃഷിയുടെ വീഡിയോ ഇട്ടിട്ട്. പക്ഷേ ഇവിടെ ചെയ്യുന്നുണ്ടെല്ലാം. കുറേ പ്രാവശ്യം നമ്മൾ വെണ്ട കൃഷിയുടെ വീഡിയോ കാണിച്ചുകൊണ്ട് തന്നെ നമ്മൾ 1 വർഷമായിട്ട് ഇപ്പോൾ കാണിക്കുന്നേ ഇല്ല, കുറേ നാളായി ഇപ്പം. അപ്പോൾ നമ്മുടെ 3-4 വെറൈറ്റീസ് ഒക്കെ ഉണ്ട് ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. സീഡ്സും കാര്യങ്ങളൊക്കെ പെതുക്കെ വരുന്നതായിരിക്കും. ഇപ്പോൾ കുറച്ച് ഷോർട്ടേജ് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോക്ക്ഡൗണും ഒക്കെ ആണല്ലോ, അതുകൊണ്ട് തന്നെ ആയി വരാൻ കുറച്ച് ടൈം എടുക്കും. അപ്പോൾ എന്തായാലും എന്നും ഒരു 9 മണിക്ക് നിങ്ങൾ നമ്മുടെ വെബ്സൈറ്റിൽ ചെക്ക് ചെയ്താൽ മതി. എന്നും അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒട്ടും മറക്കരുത്. ഇപ്പോൾ നിങ്ങൾ ഓരോ വീഡിയോയ്ക്കും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യമല്ല കേട്ടോ. ഒരു വട്ടം ചെയ്താൽ പിന്നെ അത് മതി. ഞങ്ങളുടെ വീഡിയോസ് ഒക്കെ സമയങ്ങളിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജായ മിനിസ് ലൈഫ് സ്റ്റൈലും കൂടെ ഒന്ന് ലൈക്ക് ചെയ്ത് വിട്ടാൽ അവിടെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ യഥാസമയം കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാനും മമ്മിയും ബൈ.